വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാനിവിടെ കുറച്ച് ബീഫ് വേവിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്തെടുത്ത ബീഫാണ്. ഇതൊരു 200 ഗ്രാമുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതക്കി എടുത്തിട്ടുണ്ട്, 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില. ഇതെന്തിനാ വെച്ചാൽ അപ്പം നിറക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇത് നമുക്ക് നിറച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാല ഒന്നുണ്ടാക്കണം ആദ്യം, എന്നിട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കണം. നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. വേണ്ടിയിട്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായി വാടിയാൽ മതി. മല്ലിയില, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്. ഇതൊന്ന് ഇതിലിട്ടിട്ട് നന്നായി വാട്ടിയെടുക്കാം. നമുക്ക് നന്നായി വാട്ടിയെടുക്കണം. ഇതൊക്കെ ഒരു പച്ച ചുവ പോകണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടിയാണ് ഇതുപോലെ വാടിയിരിക്കണം. ഇനി നമുക്ക് വേവിപ്പിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് വേവിപ്പിച്ച് വെച്ചതാണ്, കുക്ക് ചെയ്ത് വെച്ചതാണ്. എല്ലാം ഇട്ടിട്ടുണ്ട്. മുളകിൻ്റെ പൊടി, മഞ്ഞളിൻ്റെ പൊടി, കുറച്ച് മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ചാൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. നന്നായി ഇറക്കി തീരെ വെള്ളമില്ലാണ്ട് വറ്റിച്ചെടുക്കണേ. നന്നായി വറ്റിയട്ടെ കാനുള്ളപ്പം ഇത് ആദ്യം ഇതിൻ്റെ ഉള്ളിലത്തെ ഇതിങ്ങോട്ട് എടുക്കണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതാവശ്യമില്ല, ഇതിങ്ങോട്ട് എടുക്കണം. കണ്ടോ, എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മസാല നിറച്ച് കൊടുക്കണം. കണ്ടോ, ഒരു കോഴിമുട്ടയെ നിറച്ച് കൊടുക്കുക. നമ്മൾ പുഴുങ്ങിയെടുത്ത കോഴിമുട്ടയില്ലേ, അതും കൂടെ നിറച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ മസാല വെച്ച് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് നമ്മളെടുത്ത ഇതുണ്ടല്ലോ, ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ ക്ലോസ് ആയിക്കോളൂ. ഇത് വെച്ചിട്ട് അങ്ങ് ക്ലോസ് ആക്കി കൊടുക്കുക. ഉണ്ടോ, അതുപോലെ ഇത് നിറച്ചെടുക്കാം. അപ്പോൾ ഒന്ന് നിറച്ചെടുത്ത് അതേ രീതിക്ക് തന്നെ ഇത് നിറച്ചെടുക്കാം. ഞാൻ അപ്പം നിറച്ചത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുണ്ട്. പിന്നെ 2 മുട്ട, ഉപ്പും കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അടിച്ചെടുക്കണം കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട്. എന്നിട്ട് നമുക്ക് ഈ അപ്പം ഇതിലേക്ക് ഇങ്ങനെ മുക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ മുക്കി കൊടുക്കുക. ഇതേപോലെ 4 വശത്ത് മുക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇനി നമുക്കിത് നേരെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കമഴ്ത്തി വെച്ച് കൊടുക്കണേ. കണ്ടോ, എന്നിട്ട് 4 വശം തിരിച്ചു മറിച്ചും വേവിപ്പിച്ചെടുക്കുക. കമഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കണം. ആ വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വശം ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 വശം നന്നായി മുരിപ്പിച്ചെടുക്കുക. ഉണ്ടോ, എളുപ്പം കഴിയും അപ്പം നിറച്ചത്. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, 4 വശം ഇങ്ങനെ മുരിച്ചെടുക്കണേ. പിന്നെ ഇതേപോലെ മുരിച്ചെടുക്കുക. കണ്ടോ, ആ കമഴ്ത്തി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടർന്നു പോരും.
കണ്ടോ. അപ്പോൾ ഇത് മൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എളുപ്പമാണ്. എളുപ്പം ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. ഇത് വേണമെങ്കിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും. ഇതെടുക്കാം. ഇനി അടുത്തത് വെച്ചെടുക്കാം. അടുത്തതും അതേപോലെ തന്നെ മുട്ടയുണ്ട്, മുട്ടയിൽ മുക്കി കൊടുക്കുക. കണ്ടോ, നമ്മൾ 4 വശം മുക്കി കൊടുക്കണം. നാല് വശം മുട്ട ചേർത്ത് നന്നായി മുക്കി ചേർത്തെടുക്കുക. കണ്ടോ, ഇത് കമഴ്ത്തിയിട്ട് വെച്ചു. ഇനി അത് മുരിഞ്ഞിട്ട് നന്നായി മുരിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അപ്പം നിറച്ചതുപോലെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നല്ല ചൂട്ടോട് കൂടി ഇതൊന്ന് കഴിച്ച് നോക്കിയാട്ടെ. ഇത് കട്ട് ചെയ്യണം, എന്നിട്ട് കഴിക്കണം. നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിക്കുക. ഇതിപ്പോൾ ഞാൻ ബീഫാണ് വെച്ചത്. പിന്നെ നിങ്ങൾ ചിക്കൻ വെക്കുക, പച്ചക്കറി ഉണ്ടെങ്കിൽ അതും വെക്കുക, എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.